Welcome back. So the last section we were discussing non-ideal gas. Okay. ഇപ്പോൾ എന്തുകൊണ്ട് നോൺ റിയൽ ഗ്യാസസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യുന്നില്ല, എന്താണ് അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞുള്ളത്. ഓക്കെ, രണ്ട് ഫോൾട്ടി അസംഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ രണ്ട് ഫോൾട്ടി അസംഷൻസും കറക്റ്റായിട്ട് വരുന്ന സിറ്റുവേഷനൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇഫ് ദ ഗ്യാസ് ഈസ് അറ്റ് വെരി ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ. The condition number 1 now. If the gas is at very low pressure and high temperature, all gases obey PV equal to nRT. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ലോ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും എന്ത് സംഭവിക്കും. ഓക്കെ, ശരിക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത കണ്ടീഷൻ നമ്മൾ നോക്കാൻ പോവാം. കണ്ടീഷൻ, ഇഫ് ദ ഗ്യാസ് ഈസ് അറ്റ് ഹൈ പ്രഷർ ആൻഡ് low temperature. If the gas is at high pressure and low temperature, what will happen? അപ്പോൾ ഹൈ, നമ്മൾ നേരത്തെ പറഞ്ഞ ആ 2 ലിറ്റർ ഗ്യാസ്, നമുക്കറിയാം ഗ്യാസസ് ആർ ഹൈലി കംപ്രസിബിൾ. ഓക്കെ, അപ്പോൾ ആ ഗ്യാസിന് ഞാൻ നല്ലോണം കംപ്രസ് ചെയ്ത് ഹൈ പ്രഷർ അപ്ലൈ ചെയ്തു. സോ വോളിയം ഓഫ് ദ ഗ്യാസ് ഇസ് നൗ വെരി സ്മോൾ. ഓക്കെ, നൗ ലെറ്റ് ഇറ്റ് ബി 2 ml. ഗ്യാസ് മോളിക്കൂളിൻ്റെ വോളിയം, ഇത് ഗ്യാസിൻ്റെ വോളിയമാണ്. ഗ്യാസ് മോളിക്കൂളിൻ്റെ വോളിയം ഇപ്പോൾ 0.02 ml ആണെങ്കിൽ ഗ്യാസിൻ്റെ വോളിയം 2 ml ആണ്. ഗ്യാസ് മോളിക്കൂളിൻ്റെ വോളിയം 0.02 ml ആണ്. നമ്മൾ ഇനിഷ്യലി പറഞ്ഞത് ഗ്യാസിൻ്റെ വോളിയം 2000 ml എന്ന് എടുത്തു. ഓക്കെ, ഗ്യാസ് മോളിക്യൂളിൻ്റെ വോളിയം 0.02 ml ആണെങ്കിൽ നമുക്ക് പറയാം ദിസ് ഇസ് നെഗ്ലിജിബിളി സ്മോൾ, സിൻസ് ഇറ്റ് ഈസ് 2000 ml. നൗ ദ കേസസ് the volume of the gas is 2 ml, ഗ്യാസ് മോളിക്യൂളിൻ്റെ വോളിയം 0.02 ml ആണ്. ഇതിങ്ങനെ വരില്ല, ജസ്റ്റ് ഞാൻ നിങ്ങൾ മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ ഗ്യാസിൻ്റെ വോളിയം വളരെ കുറവാണെന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് ദ ഗ്യാസ് ഈസ് നൗ അറ്റ് ഹൈ പ്രഷർ. ഓക്കെ, ഹൈ പ്രഷർ ആകുമ്പോൾ ഗ്യാസിൻ്റെ വോളിയം നല്ലോണം കുറയും. അപ്പോൾ ഗ്യാസിൻ്റെ വോളിയം കുറവാണ്, ഗ്യാസ് മോളിക്യൂളിൻ്റെ വോളിയം ഫിക്സ്ഡ് ആണ്. അത് ഇവിടെയും അവിടെ അങ്ങനെ തന്നെയാണ്. ഈ കണ്ടീഷനിൽ ഇത് നെഗ്ലിജിബിളി സ്മോളാണ്. ഈ കണ്ടീഷനിൽ ഗ്യാസ് മോളിക്യൂളിൻ്റെ വോളിയം നമുക്ക് നെഗ്ലിജിബിളി സ്മോൾ എന്ന് പറയാൻ പറ്റത്തില്ല. ഇത് ഈ രീതിയിൽ പറഞ്ഞാൽ 2000 0.02 കമ്പയർ ചെയ്യുമ്പോൾ 0.02 നെഗ്ലിജിബിൾ, ഒന്നും ആലോചിക്കില്ല, 0.02 നെഗ്ലിജിബിളി സ്മോൾ ആണ്. പക്ഷേ 2 ml 0.02 ml കമ്പയർ ചെയ്യുമ്പോൾ ഇതുപോലെ കമ്പയർ ചെയ്ത് നമുക്ക് നെഗ്ലിജിബിളി സ്മോൾ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, അപ്പോൾ നൗ ദ കണ്ടീഷൻ ഇസ് ഹൈ പ്രഷർ ആൻഡ് ലോ ടെമ്പറേച്ചർ. അപ്പോൾ ഹൈ പ്രഷർ ആകുമ്പോൾ ഗ്യാസ് മോളിക്യൂളിൻ്റെ വോളിയം ഗ്യാസിൻ്റെ വോളിയം കമ്പയർ ചെയ്യുമ്പോൾ നെഗ്ലിജിബിളി സ്മോൾ അല്ലാണ്ട് വരും. ഗ്യാസ് മോളിക്യൂളിൻ്റെ വോളിയം ഒക്കെ കൺസിഡർ ചെയ്യേണ്ടി വരും. ഓക്കെ, ദ വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂൾ ഈസ് നോട്ട് നെഗ്ലിജിബിൾ. ദെൻ ലോ ടെമ്പറേച്ചറാണ്. അപ്പോൾ ഗ്യാസ് മോളിക്യൂളിൻ്റെ സ്പീഡും കുറവാണ്. വോളിയം, ഗ്യാസിൻ്റെ വോളിയം ഇപ്പോൾ വളരെ കുറവാണ്. ബിക്കോസ് ഇറ്റ് ഈസ് അറ്റ് ഹൈ പ്രഷർ, ദ വോളിയം ഓഫ് ഗ്യാസ് ഇറ്റ് സെൽഫ് ഈസ് വെരി സ്മോൾ. സോ ഇൻ്റർമോളിക്കുലർ ഡിസ്റ്റൻസും വളരെ കുറവായിരിക്കില്ലേ, അല്ലേ? Gas molecule will be very close to each other and their speed is also very less. Moving capacity വളരെ കുറവാണ്, since the temperature is low. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ രണ്ട് പേർക്കിടയ്ക്ക് ഡെഫിനറ്റ്ലി ഒരു അട്രാക്റ്റീവ് ഫോഴ്സോ റിപ്പൾസീവ് ഫോഴ്സോ ഡെവലപ്പ് ചെയ്യാം. പറഞ്ഞത് മനസ്സിലായല്ലോ? ഇഫ് ദ ഗ്യാസ് ഈസ് അറ്റ് ഹൈ പ്രഷർ ആൻഡ് ലോ ടെമ്പറേച്ചർ, ദ വോളിയം ഓഫ് മോളിക്യൂൾ cannot be neglected and there exists some type of interaction between gas molecules which cannot be neglected. ഓക്കെ അല്ലേ പറഞ്ഞേ? അപ്പോൾ നമ്മൾ കൈനറ്റിക് തിയറി പറഞ്ഞ രണ്ട് കാര്യങ്ങളും, രണ്ട് അസംഷൻസും, വോളിയത്തിൻ്റെ കാര്യവും ഇൻറ്ററാക്ഷൻ്റെ കാര്യവും. ഇൻറ്ററാക്ഷൻ, ഈ രണ്ട് അസംഷൻസും റോങ് ആണെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, ഈ കണ്ടീഷനിൽ രണ്ട് അസംഷൻസും കറക്റ്റാണ്. അപ്പോൾ പറഞ്ഞിരിക്കുന്ന ഗ്യാസ് ലോസ് എല്ലാം കറക്റ്റാണ്. പി വി ഈക്വൽ ടു nRT കറക്റ്റാണ്. ഗ്യാസ് വിൽ ഡെഫിനറ്റ്ലി ഒബേ വി വി ഈക്വൽ ടു nRT. ദാറ്റ് ഈസ് all gases obey PV equal to nRT under this condition, that is at low pressure and high temperature. But if the gas is at high pressure and low temperature, these two assumptions are found to be wrong. That is, volume of gas molecule cannot be neglected. Since they are very close, there must be some type of interaction between them. So there is an interaction between gas molecule, volume cannot be neglected. അപ്പോൾ ആ രണ്ട് അസംഷൻസും റോങ് ആണെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ no gases
obey PV equal to nRT under this condition. ഒരു ഗ്യാസും PV equal to nRT ഒബേ ചെയ്യില്ല. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഇഫ് ഓൾ ദ പോയിന്റ്സ് ഇൻ കൈനറ്റിക് തിയറി ആർ found to be true or all the assumptions are correct, then gas obey PV equal to nRT. അപ്പോൾ ഏത് കണ്ടീഷനാണ് നോക്കുക. If the assumptions are wrong, then PV equal to nRT is incorrect. Gas won't obey PV equal to nRT. അപ്പോൾ അതാണ് കണ്ടീഷൻ. അപ്പോൾ ലോ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും അസംഷൻസ് എല്ലാം കറക്റ്റ് ആണ്. സോ ഓൾ ഗ്യാസസ് ഒബേ PV equal to nRT and all gases behave like ideal gas. Okay, but at high pressure and low temperature, these two assumptions are wrong. So no gases obey PV equal to nRT and the gas will behave like a real gas. Clear ആയല്ലോ പറഞ്ഞേക്കണേ. ഇപ്പോൾ രണ്ട് കണ്ടീഷൻസ്, ഹൈ പ്രഷർ ആൻഡ് low temperature, low pressure and high temperature. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ്? PV equal to nRT. ഇത് ഇക്വേഷൻ പറയുന്ന പേരാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ഗ്യാസിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച ഇക്വേഷനാണ് PV equal to nRT. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി റിയൽ ഗ്യാസസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. നോൺ ഐഡിയൽ ഗ്യാസ് ആണ്, റിയൽ ഗ്യാസ് ആണ്. ആ റിയൽ ഗ്യാസ് ഒന്നും PV equal to nRT എന്ന ഇക്വേഷൻ ഒബേ ചെയ്യാറില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവം, അതായത് ഇതാണ് റീസൺ എന്ന് പ്രൂവ് ചെയ്തത്, അത് കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ തെളിയിച്ചത് നമ്മുടെ വാൻ ഡെർ വാളാണ്. ഈ വാൻ ഡെർ വാൾ തന്നെ PV equal to nRTയിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തി എല്ലാ ഗ്യാസിനും എല്ലാ കണ്ടീഷനിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇക്വേഷൻ മോഡിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷനുള്ള പേര് പറയും വാൻ ഡെർ വാൾസ് ഇക്വേഷൻ. അപ്പോൾ എന്താ വാൻ ഡെർ വാൾസ് ഇക്വേഷൻ? It is simply the modification of ideal gas equation for real gases. Real gasesന് വേണ്ടിയിട്ട് ഐഡിയൽ ഗ്യാസ് ഇക്വേഷനെ മോഡിഫൈ ചെയ്ത് വച്ചിരിക്കുന്ന ഇക്വേഷനാണ് വാൻ ഡെർ വാൾസ് ഇക്വേഷൻ. മനസ്സിലായല്ലോ? അപ്പോൾ എങ്ങനെയാണ് ഈ വാൻ ഡെർ വാൾസ് ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കുന്നത് നോക്കാൻ പോകാം. എന്തൊക്കെ കറക്ഷൻസ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ മോഡിഫിക്കേഷൻസ് ആണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ നമ്മൾ കൊണ്ടുവരേണ്ടത്? ഓക്കെ, അപ്പോൾ നമ്മുടെ മനസ്സിൽ വയ്ക്കേണ്ട കാര്യം, ഒരു ഗ്യാസ് ഐഡിയൽ ആയിട്ട് കൺസിഡർ ചെയ്താൽ ഗ്യാസ് മോളിക്യൂളിൻ്റെ വോളിയം ഇല്ല. ഗ്യാസ് മോളിക്യൂൾ ഹാസ് no volume. If the gas is ideal, then the gas molecule does not have any volume. Then no interaction between gas molecules. ഇത് നമുക്ക് ഏത് ഗ്യാസിൽ കാണാൻ പറ്റുമോ ആ ഗ്യാസ് എന്താണ്? ഐഡിയൽ ഗ്യാസാണ്. പക്ഷേ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞു നമ്മുടെ കയ്യിലുള്ള ഗ്യാസ് എല്ലാം എന്താണ്? നോൺ ഐഡിയലാണ്. ദർ ആൾസോ നോൺ ആസ് റിയൽ ഗ്യാസ്. അപ്പോൾ റിയൽ ഗ്യാസിൻ്റെ കാര്യത്തിൽ മോളിക്യൂൾ എന്തുണ്ട്? സ്പെസിഫിക് വോളിയം ഉണ്ട്. അപ്പോൾ വാൻ ഡെർ വാൾ പറഞ്ഞ കാര്യം ഇതാണ്. അക്കോർഡിംഗ് ടു വാൻ ഡെർ വാൾ, ഗ്യാസസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് tiny spherical particles called molecule which has a specific volume which cannot be neglected. In the case of real gases, volume of gas molecule cannot be neglected. അപ്പോൾ നമ്മൾ ഗ്യാസ് മോളിക്യൂളിൻ്റെ വോളിയം കൂടെ കൺസിഡർ ചെയ്യേണ്ടി വരും എന്നാണ്. ക്ലിയർ? അപ്പോൾ വോളിയത്തിൽ ചെറിയൊരു പ്രശ്നം വന്നു. ഓക്കെ, ഇനി ഇൻട്രാക്ഷൻ ഉണ്ടാവാം നമ്മുടെ റിയൽ ഗ്യാസിൻ്റെ കാര്യത്തിൽ. ദർ വിൽ ബി എൻ ഇൻട്രാക്ഷൻ, റിപ്പൾഷനോ അട്രാക്ഷനോ എന്തെങ്കിലും ഉണ്ടാവും. ആ അട്രാക്ഷൻ്റെ കാര്യത്തിൽ പ്രഷറിൽ കുറച്ച് പ്രശ്നം വരും. അപ്പോൾ നമ്മൾ ഈ PV equal to nRTയിൽ നമ്മൾ കറക്ഷൻ വരുത്തേണ്ടത് വോളിയത്തിൻ്റെ കാര്യത്തിലും പ്രഷറിൻ്റെ കാര്യത്തിലും. അതെങ്ങനെയാണ് നമ്മൾ നോക്കാൻ പോവുക. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ വോളിയത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ? ഇപ്പോൾ രണ്ട് കറക്ഷൻസ് ഉണ്ട്, വോളിയം കറക്ഷൻ ആൻഡ് പ്രഷർ കറക്ഷൻ. അപ്പോൾ എന്താ റീസൺ നമ്മളിപ്പോൾ പറയും. ഓക്കെ, നമ്മുടെ ഇക്വേഷൻ PV equal to nRT. ഇതൊന്നും ശരിക്കും മനസ്സിലാക്കണേ. PV equal to nRT P എന്നൊരു ടേം ഉണ്ട്. ദാറ്റ് ഈസ് pressure of gas. V, it's a volume of gas. This volume of gas, ഈ V എന്ന് പറഞ്ഞ സാധനം വോളിയം ഓഫ് ഗ്യാസ് ആണ്. നമുക്കറിയാം ഒരു ബലൂണിനകത്ത് നമ്മൾ ഗ്യാസ് ഫിൽ ചെയ്തിട്ട് നമ്മൾ കംപ്രസ് ചെയ്താൽ, പ്രഷർ കൊടുക്കുന്നതനുസരിച്ച് വോളിയം എന്ത് ചെയ്യും? കുറഞ്ഞു വരും. നമ്മൾ ആ വോളിയത്തിൻ്റെ ഒരു പേര് പറയും കംപ്രസിബിൾ വോളിയം. പ്രഷറിനനുസരിച്ച് കുറയുന്ന അല്ലെങ്കിൽ പ്രഷറിനനുസരിച്ച് കൂടുന്ന വോളിയം. പ്രഷർ കുറഞ്ഞാൽ കൂടണം, പ്രഷർ കൂടിയാൽ കുറയണം. ആ വോളിയമാണ് നമ്മൾ കംപ്രസിബിൾ വോളിയം എന്ന് വിളിക്കുന്നത്. ഗ്യാസ് നമ്മളൊരു ഗ്യാസ് ഐഡിയലാണെങ്കിൽ, ഇതിൻ്റെ ബലൂണാണെന്ന് വിചാരിക്കും. ഇതിനകത്ത് ഞാൻ ഒരു ഗ്യാസ് ഫിൽ ചെയ്തിട്ടുണ്ട്. ദർ ആർ സം ഗ്യാസ് മോളിക്യൂൾസ് ഓൾസോ.
ഓക്കെ, ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതൊരു ബലൂണാണ്, അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറാണ്. അതിനകത്തൊരു ഗ്യാസ് ഉണ്ട്. ദർ ആർ സം ഗ്യാസ് മോളിക്യൂൾ ഓൾസോ. ഇഫ് ദിസ് ഗ്യാസ് ഈസ് എൻ ഐഡിയൽ ഗ്യാസ്, ഈ ഗ്യാസ് ഐഡിയൽ ഗ്യാസ് ആണ് എങ്കിൽ നമുക്കറിയാം ഐഡിയൽ ഗ്യാസിൻ്റെ മോളിക്യൂളിന് എന്തില്ല, വോളിയം ഇല്ല എന്നാണ്. ദാറ്റ് ഈസ് വോളിയം നെഗ്ലിജിബിൾ ആണെന്നാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. ഗ്യാസ് മോളിക്യൂളിൻ്റെ വോളിയം നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ ഇത് 2 ലിറ്റർ ഗ്യാസ് ആണ്. ഓക്കെ, ദ ഗ്യാസ് ഈസ് ഐഡിയൽ ഗ്യാസ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ ഐഡിയൽ ഗ്യാസ് ആണെന്ന് പറയുമ്പോൾ എന്താ നമ്മൾ മനസ്സിലോർക്കേണ്ടത്? ഐഡിയൽ ഗ്യാസിനകത്ത് ഈ പറഞ്ഞ സോളിഡ് പാർട്ടിക്കിൾസ് ഒന്നും ഇല്ല എന്നർത്ഥം. ദാറ്റ് ഈസ് മോളിക്യൂൾ ഉണ്ട്, പക്ഷെ നമ്മൾ മോളിക്യൂളിൻ്റെ വോളിയത്തെ എന്ത് ചെയ്തു, നെഗ്ലക്റ്റ് ചെയ്തു. അപ്പോൾ അതിനകത്ത് റിജിഡ് ആയിട്ടുള്ള സാധനങ്ങളൊന്നുമില്ല, റിജിഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഒന്നുമില്ല. ഓൾ ദീസ് 2 ലിറ്റേഴ്സ് ആർ കംപ്രസിബിൾ. പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഞാൻ പ്രഷർ അപ്ലൈ ചെയ്യുന്നതനുസരിച്ച് ഈ കംപ്ലീറ്റ് വോളിയം, ഈ 2 ലിറ്റർ വോളിയവും എനിക്ക് കംപ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓൾ ദ 2 ലിറ്റർ വോളിയം ഈസ് കംപ്രസിബിൾ ഉണ്ടാവും. മനസ്സിലായോ? ഐഡിയൽ ഗ്യാസ് ആണെന്ന് വിചാരിക്കാം. പക്ഷേ ഇഫ് ദിസ് ഈസ് എ നോൺ ഐഡിയൽ ഗ്യാസ്, ഇതൊരു നോൺ ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ ഈ ഗ്യാസിനകത്ത് ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ടാവില്ലേ? മോളിക്യൂൾസൊക്കെ സ്പെറിക്കൽ പാർട്ടിക്കിളാന്ന് നമ്മൾ പറഞ്ഞു. ഗ്യാസ് മോളിക്യൂൾസ് ആർ സ്പെറിക്കൽ സബ്സ്റ്റൻസസ് ഹാവിങ് സ്പെസിഫിക് വോളിയം. ബോൾ പോലത്തെ നമ്മൾ ബോൾ പോലെ കൺസിഡർ ചെയ്യുക, ചെറിയ 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 ബോൾസ്. അപ്പോൾ ഈ പറഞ്ഞ ഇതൊക്കെ ഗ്യാസ് മോളിക്യൂൾസ് ആണ്. ഗ്യാസ് മോളിക്യൂൾസ് റിജിഡ് ആണ്, ദാറ്റ് ഈസ് അവരുടെ വോളിയം കംപ്രസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് നോൺ ഐഡിയൽ ഗ്യാസ് ഓർ റിയൽ ഗ്യാസ്, molecules has specific volume which are incompressible or no, നമുക്കിത് കംപ്രസ് ചെയ്യാൻ പറ്റാത്ത വോളിയമാണ്. മനസ്സിലായല്ലോ അല്ലേ? അപ്പം ഞാനിതിങ്ങനെ കംപ്രസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ബലൂണിനകത്ത് നമ്മളിങ്ങനെ കംപ്രസ് ചെയ്ത് ഈ മോളിക്യൂൾസ് എല്ലാം കൂടി ചേർന്ന് വരുന്നൊരു സംഭവം ഇതുണ്ടാവും, ഒരു സ്റ്റേറ്റ് ഉണ്ടാവും. അത് സോളിഡ് ആയിട്ടല്ലേ ഉണ്ടാവുക. ആ സോളിഡ് പോർഷൻ അത്രയും നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റാത്തതല്ലേ? പറഞ്ഞ പോയിന്റ് കിട്ടിയോ? ഇത് ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ ഇതിനകത്ത് സോളിഡ് സ്പിയേഴ്സ് ഒന്നും ഉണ്ടാവില്ല. ഉണ്ട്, പക്ഷെ നമ്മളതിൻ്റെ വോളിയം നെഗ്ലക്റ്റ് ചെയ്തു. അതായത് നെഗ്ലിജിബിളി സ്മോൾ ആണെന്ന രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ കംപ്ലീറ്റ് 2 ലിറ്ററും കംപ്രസിബിൾ ആണ്. ആ കംപ്രസിബിൾ വോളിയത്തിന് പറയുന്ന പേരാണ് ഐഡിയൽ വോളിയം. ഓക്കെ, അപ്പോൾ ഐഡിയൽ ഗ്യാസിൻ്റെ വോളിയം കംപ്ലീറ്റ്ലി കംപ്രസിബിൾ വോളിയമാണ്. ദാറ്റ് ഈസ് ഓൾ ദ വോളിയം ക്യാൻ ബി കംപ്രസ്ഡ്. ഓക്കെ, ആ വോളിയം പ്രഷറിനനുസരിച്ച് വേരി ചെയ്യും. കംപ്ലീറ്റ് വോളിയം എക്സ്പാൻഡ് ചെയ്യാം, കംപ്രസ് ചെയ്യാം. പോയിന്റ് കിട്ടിയല്ലോ അല്ലേ? ശരിക്കും കിട്ടിയല്ലോ. അപ്പോൾ ഇത് ഐഡിയൽ ഗ്യാസ് എന്നാണെങ്കിൽ ഇതിനകത്ത് സോളിഡ് സ്പിയേഴ്സ് ഒന്നും ഇല്ല എന്ന് മനസ്സിലായി. ഈ 2 ലിറ്റർ വോളിയം നമുക്ക് കംപ്ലീറ്റ് കംപ്രസ് ചെയ്യാമെന്ന് മനസ്സിലായി. ഇൻ ദ കേസ് ഓഫ് ഐഡിയൽ ഗ്യാസ്, ഇഫ് ഇറ്റ് ഈസ് എ റിയൽ ഗ്യാസ് ഓർ നോൺ ഐഡിയൽ ഗ്യാസ്, നമ്മൾ കുറേ കംപ്രസ് ചെയ്തു. ദർ വിൽ ബി എ സ്റ്റേറ്റ് at which the volume cannot be compressed. That is, ഗ്യാസ് മോളിക്യൂൾസ് എല്ലാം കൂടെ ചേർന്നിരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ മാക്സിമം ക്ലോസ് ആയിട്ട് വരുന്ന ഒരു പോർഷൻ ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ ഗ്യാസ് ഇത്രയും ഗ്യാസ് മോളിക്യൂൾസിന് എത്ര വോളിയം ഉണ്ടാവും? ഇതിങ്ങനെ ക്ലോസ് ആയി വന്നു, മാക്സിമം ക്ലോസ് ആയിട്ട് വന്നു. അപ്പോൾ അത്രയും വോളിയം നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റാത്തതല്ലേ? ബിക്കോസ് ഗ്യാസ് മോളിക്യൂൾസ് എല്ലാം സോളിഡ് സ്പിയേഴ്സ് ആണ്, സോളിഡാണ്, സ്പിയർ ആണ്, അതിൻ്റെ വോളിയം ഉണ്ട്. ദാറ്റ് വോളിയം ഈസ് ഇൻകംപ്രസിബിൾ. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ റിയൽ ഗ്യാസിനകത്ത് എന്തുണ്ട്? സോളിഡ് സ്പിയേഴ്സ് ഉണ്ട്. ആ സോളിഡ് സ്പിയേഴ്സിൻ്റെ വോളിയം ഇൻകംപ്രസിബിൾ ആണ്. അതുകൊണ്ട് നമ്മൾ ആ ഇൻകംപ്രസിബിൾ വോളിയം അവിടെ നിന്ന് ഒഴിവാക്കിയാലേ കംപ്രസിബിൾ വോളിയം കിട്ടുള്ളൂ. ആ പോയിന്റ് മനസ്സിൽ വയ്ക്കുക. ഓക്കെ, ഇത് ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ all the volume is compressible. Okay, if this is a real gas, ഇത് റിയൽ ഗ്യാസ് ആണെന്ന് വിചാരിക്കാം. This is ideal gas. Okay, ഇതിനകത്ത് ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട്. പക്ഷേ ഈ ഗ്യാസ് മോളിക്യൂളിൻ്റെ വോളിയം ഒക്കെ എന്താണ്? നെഗ്ലിജിബിൾ ആണ്.
അതുകൊണ്ട് ഓൾ ദി 2 ലിറ്റർ വോളിയം ഈസ് കംപ്രസിബിൾ. നമ്മളിനി റിയൽ ഗ്യാസിൻ്റെ കാര്യത്തിലേക്ക് വരാം. ഓക്കെ, ഇതിനകത്തും കുറേ മോളിക്യൂൾസ് ഉണ്ട്. മോളിക്യൂൾസ് എല്ലാം ഇപ്പം എന്താണ്? സോളിഡ് സ്പിയേഴ്സ് ആണ്. സോളിഡിൻ്റെ വോളിയം നമുക്കറിയാം കംപ്രസ് ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പോൾ ഇതിനകത്തൊരു 2 ലിറ്റർ ഉണ്ടെങ്കിൽ ഇതിന് 2 ലിറ്ററാണ്. പക്ഷേ ഇതിനകത്ത് ഗ്യാസ് മോളിക്യൂൾ ഉണ്ട്. ഗ്യാസ് മോളിക്യൂളിൻ്റെ വോളിയം എന്താണ്? ഇൻകംപ്രസിബിൾ ആണ്, കംപ്രസ് ചെയ്യാൻ പറ്റാത്ത വോളിയമാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് കംപ്രസിബിൾ ആണ്. നമുക്കതിനെന്ത് വിളിക്കാം? വി ഐഡിയൽ. കംപ്രസിബിൾ വോളിയത്തിന് പറഞ്ഞ പേരാണ് ഐഡിയൽ വോളിയം ഓർ വോളിയം ഓഫ് ഐഡിയൽ ഗ്യാസ്. ഇത് റിയൽ ഗ്യാസ് ആണ്. ഓക്കെ, ഇവിടുത്തെ കംപ്രസിബിൾ വോളിയം അത് ഐഡിയൽ വോളിയം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ 2 ലിറ്ററിൽ നിന്ന് ഇതിനകത്ത് എത്ര മോളിക്യൂൾസ് ഉണ്ടോ ആ മോളിക്യൂൾസ് എല്ലാം കംപ്രസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ടോട്ടൽ വോളിയം ഉണ്ടാവും. ഇതുപോലെ ഇതൊക്കെ മോളിക്യൂൾസിൻ്റെ അഗ്രിഗേഷൻ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ വോളിയം എന്താണ്? റിജിഡാണ്, കംപ്രസ് ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഒഴിവാക്കിയാലല്ലേ നമുക്ക് കംപ്രസിബിൾ വോളിയം കിട്ടുള്ളൂ. പറഞ്ഞ പോയിന്റ് കിട്ടിയോ? ഇൻ ദ കേസ് ഓഫ് റിയൽ ഗ്യാസസ്, റിയൽ ഗ്യാസിൻ്റെ ടോട്ടൽ വോളിയത്തിൽ നിന്ന് സോളിഡ് ആയിട്ടുള്ള മോളിക്യൂൾസിൻ്റെ ടോട്ടൽ വോളിയം നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കളഞ്ഞാലേ കംപ്രസിബിൾ വോളിയം കിട്ടുള്ളൂ, ഐഡിയൽ വോളിയം കിട്ടുള്ളൂ. പോയിന്റ് ശരിക്കും ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പോൾ ടോട്ടൽ എത്ര മോളിക്യൂൾസ് ഉണ്ടെന്ന് നോക്കുക. ആ ടോട്ടൽ എത്ര അവിടെയുള്ള മോളിക്യൂൾസിന് എഫക്റ്റീവായിട്ട് എത്ര വോളിയം ഉണ്ടെന്ന് നോക്കുക. അത്രയും വോളിയം ഇൻകംപ്രസിബിൾ ആണ്. അപ്പോൾ നമ്മൾ ആ ഇൻകംപ്രസിബിൾ വോളിയം ഒഴിവാക്കിയിട്ടാണ് കംപ്രസിബിൾ വോളിയം മെഷർ ചെയ്യുക. ക്ലിയർ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതിക്കൂടെ? ഇൻ ദ കേസ് ഓഫ് റിയൽ ഗ്യാസസ്, compressible volume, that is ideal volume, is equal to volume of real gas minus V dash. അപ്പോൾ ഈ V dash എന്തുവാ? നമ്മൾ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ എഫക്റ്റീവ് വോളിയം ദാറ്റ് മസ്റ്റ് ബി സബ്ട്രാക്റ്റഡ് ഓർ ദാറ്റ് മസ്റ്റ് ബി എക്സ്ക്ലൂഡഡ്. ഒഴിവാക്കേണ്ട വോളിയമാണ് പറയണത്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ സോളിഡിൻ്റെ മോളിക്യൂൾസിൻ്റെ വോളിയം മാറ്റിയാലേ, മോളിക്യൂൾസിൻ്റെ ടോട്ടൽ വോളിയം അവിടെ നിന്ന് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാലേ കംപ്രസിബിൾ ആയിട്ടുള്ള വോളിയം കിട്ടുള്ളൂ. അപ്പോൾ ആ വോളിയത്തിന് നമ്മുടെ പേര് പറയും വി ഡാഷ്. ഇതാണ് വോളിയം കറക്ഷൻ ഫാക്ടർ. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്ന് ഇത്രയേ ഉള്ളൂ. ഇൻ ദ കേസ് ഓഫ് ഐഡിയൽ ഗ്യാസ്, all the volume is compressible volume. In the case of ideal gas, since the volume of gas molecule is negligible, all the volume is compressible volume. That is known as the ideal volume or volume of ideal gas. But in the case of real gases, molecule has a specific volume. നമ്മൾ ഗ്യാസ് മോളിക്യൂളിൻ്റെ വോളിയം നെഗ്ലക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ റിയൽ ഗ്യാസിൻ്റെ കാര്യത്തിൽ നമ്മുടെ ഒബ്സർവ് ചെയ്യുന്ന വോളിയത്തിൻ്റെ ആ വോളിയത്തിൽ നിന്ന് ഗ്യാസ് മോളിക്യൂൾസിൻ്റെ എഫക്റ്റീവ് വോളിയം എക്സ്ക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാലേ കംപ്രസിബിൾ വോളിയം കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വോളിയം കറക്ഷൻ അപ്ലൈ ചെയ്യാൻ പോവാണ് കേട്ടോ. കാര്യം മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ഐഡിയൽ ഗ്യാസിന് എത്ര വോളിയം ഉണ്ടോ അത്രയും കംപ്രസിബിളാണ്. പക്ഷേ റിയൽ ഗ്യാസിന് എത്ര വോളിയം ഉണ്ടോ അതിൽ നിന്ന് കുറച്ച് വോളിയം നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്താലേ കംപ്രസിബിൾ വോളിയം കിട്ടുള്ളൂ. കോൺസെപ്റ്റ് ശരിക്കും മനസ്സിലായല്ലോ അല്ലേ? നമ്മളിത് ഡെറിവേഷനിലേക്ക് പോവാണേ. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് റിയൽ ഗ്യാസസ്, in the case of real gas, ideal volume is equal to observed volume minus V dash. ഓക്കെ, നമുക്കിത് വേണമെങ്കിൽ V minus V dash എന്ന് എടുക്കാം. എങ്ങനെ എടുത്താലും വിഷയമൊന്നുമില്ല. V minus V dash ഇത് ഒബ്സർവ്ഡ് വോളിയം ആണെന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ റിയൽ ഗ്യാസിൻ്റെ വോളിയമാണ്. അപ്പോൾ ഒബ്സർവ്ഡ് വോളിയത്തിൽ നിന്ന് ഒരു സ്പെസിഫിക് എമൗണ്ട് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തു അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഐഡിയൽ വോളിയം കിട്ടുള്ളൂ. ഈ വി ഡാഷ് എന്തായിരുന്നു? ഇറ്റ് ഈസ് നോൺ ആസ് വോളിയം കറക്ഷൻ ഫാക്ടർ. വോളിയം കറക്ഷൻ ഫാക്ടർ. ഓക്കെ, അപ്പോൾ ആ വോളിയം കറക്ഷൻ ഫാക്ടർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ആ ഗ്യാസ് നമ്മൾ എടുത്തിരിക്കുന്ന ഗ്യാസ് സാമ്പിളിനകത്തുള്ള ഗ്യാസ് മോളിക്യൂൾസിൻ്റെ എഫക്റ്റീവ് വോളിയം, ടോട്ടൽ എഫക്റ്റീവ് വോളിയമാണ് ആക്ച്വലി വി ഡാഷ് അല്ലെങ്കിൽ വോളിയം കറക്ഷൻ ഫാക്ടർ നമ്മൾ പറയാം. അതിൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കാൻ പോവാം. ഓക്കെ, നോക്കിക്കോ. നമ്മളൊരു ഗ്യാസിനെ കംപ്രസ് ചെയ്ത് ഗ്യാസ് മോളിക്യൂൾസ് പരസ്പരം ഇങ്ങനെ ടച്ച് ചെയ്യുന്ന അവസ്ഥയിലെത്തിയെന്ന് വിചാരിക്കാം. ഇങ്ങനെ ഗ്യാസിന് ഇങ്ങനെ ഹൈലി ഇങ്ങനെ കംപ്രസ് ചെയ്ത് അവിടുത്തെ ഗ്യാസ് മോളിക്യൂൾസ് ആർ ഇൻ കോൺടാക്ട് വിത്ത്, ദാറ്റ് ഇങ്ങനെ പരസ്പരം ടച്ച് ചെയ്തു. ഇതൊരു ഗ്യാസ് മോളിക്യൂൾ,
ഇത് വേറൊരു ഗ്യാസ് മോളിക്യൂൾ. ഇപ്പോൾ രണ്ട് ഗ്യാസ് മോളിക്യൂൾസ് ഐഡൻറ്റിക്കലാണ്. നമ്മളിപ്പോൾ ഹീലിയമാണ് എടുക്കണമെങ്കിൽ ഇതൊരു ഹീലിയം ആറ്റം, ഇത് ഹീലിയം ആറ്റം. ദാറ്റ് ഈസ് ആ മോളിക്യൂൾസ് ഇങ്ങനെ വളരെ ക്ലോസ് ആയിട്ട് വന്നു. ഓക്കെ, സോളിഡ് അല്ലേ, സോളിഡ് സ്പിയേഴ്സ് ആണ്. സോ ഇത് ഈ ഗ്യാസ് മോളിക്യൂളിൻ്റെ റേഡിയസ്. അടുത്ത ഗ്യാസ് മോളിക്യൂളിൻ്റെ റേഡിയസ് ഇതാണ്. ഇപ്പോൾ രണ്ടുപേരും ഇപ്പോൾ ടച്ച് ചെയ്തിരിക്കുന്നുണ്ട്, മനസ്സിലായാലോ? ബിയോണ്ട് ദിസ് ഡിസ്റ്റൻസ് ദേ കാൺ ബി കംപ്രസ്ഡ് അല്ലേ? നമ്മൾ ഇങ്ങനെ രണ്ട് പേര്, ദാറ്റ് ഈസ് ഇത് രണ്ട് സോളിഡാണ്, ഇങ്ങനെ രണ്ട് പേരിട്ട് അങ്ങനെ വന്ന ശേഷം ഇതിന് അപ്പുറം നമുക്കതിന് ഈ മോളിക്യൂളിന് ഇങ്ങോട്ട് പോകാനും പറ്റില്ല, ഈ മോളിക്യൂളിന് ഇങ്ങോട്ട് പോകാൻ പറ്റില്ല. സോ ദേ കാൺ ബി കംപ്രസ്ഡ് ബിയോണ്ട് ദിസ് ഡിസ്റ്റൻസ്. അപ്പോൾ ഈ മോളിക്യൂൾ നമുക്ക് അങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റില്ല, ഈ മോളിക്യൂൾ ഇങ്ങോട്ട്. അപ്പോൾ രണ്ടുപേർക്കും ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റാത്ത ഡിസ്റ്റൻസ് ആണിത്. The free movement of gas molecule is restricted under this condition. ഓക്കെ അല്ലേ? പറഞ്ഞത് മനസ്സിലായല്ലോ? ഇനി അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഞാൻ ഈ രണ്ട് പേരെ കൺസിഡർ ചെയ്തു. ഓക്കെ, ഇതിപ്പോൾ ഈ മോളിക്യൂൾ ഈ ഗ്യാസ് മോളിക്യൂളിൻ്റെ ഏത് സൈഡിൽ വന്നാലും ഇതല്ലേ അവസ്ഥ. ഓക്കെ, ഇത് 3 ഡയമെൻഷനിലായിട്ട് കൺസിഡർ ചെയ്യുക. ഇതൊക്കെ സർക്കിൾ അല്ല, സ്പിയേഴ്സ് ആണ്. ഓക്കെ, ഇതൊരു സ്പിയർ, സോളിഡ് സ്പിയർ ആണ്, ഇതൊരു സ്പിയർ ആണ്. അപ്പോൾ ഈ സ്പിയറിൻ്റെ ഈ ഡിസ്റ്റൻസിൽ ഇപ്പോൾ ഗ്യാസ് മോളിക്യൂൾ ഇങ്ങനെ എവിടെ വന്നാലും ഈ ഏത് ഡിസ്റ്റൻസിൽ ഏത് സൈഡിൽ വന്നാലും ഇതാണ് അവസ്ഥ. നമുക്ക് അതിന് ശേഷം അതിനെ കംപ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പം ഞാൻ ആ വോളിയം കൺസിഡർ ചെയ്താൽ ഓക്കെ, ഇങ്ങനൊരു ഗ്യാസ് മോളിക്യൂൾ ഈ പോർഷനിൽ വന്നു വിചാരിക്കുക, ഇവിടെ വന്നു, ഇവിടെ വന്നു, ഇവിടെ വന്നു, ഇതിൻ്റെ മേളിൽ വന്നു. ദാറ്റ് ഈസ് ഒരു ബോൾ. അതിൻ്റെ സൈഡിൽ വേറെ കുറേ ഏത് പോർഷനിൽ ഇങ്ങനൊരു വേറൊരു ബോൾ വന്നാലും ഈ രണ്ട് പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ എത്തിയിട്ടുണ്ട്. ഗ്യാസ് മോളിക്യൂളിൻ്റെ ഫ്രീ മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റഡ് ആയി. അപ്പോൾ ദിസ് മച്ച് വോളിയം is the volume that must be excluded for two molecules. ഇപ്പോൾ രണ്ട് മോളിക്യൂൾസ് ക്ലോസ് ആയിട്ട് വരുമ്പോൾ രണ്ട് പേരുടെയും ഫ്രീ മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റ് ചെയ്യുന്ന വോളിയമാണ് ദിസ് മച്ച് വോളിയം. ഓക്കെ, അത് നമ്മളിപ്പോൾ ഇത്രയും കൺസിഡർ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഈ മോളിക്യൂള് ഏത് സൈറ്റ് വന്നാലും ഫ്രീ മൂവ്മെൻറ്റ് നടക്കാതെ വരും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ വോളിയം ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാം. ഇതൊരു സ്പിയർ ആണ് കേട്ടോ. അപ്പോൾ ഇതും സ്പിയർ ആണ്, 3D ആണ്, സ്പിയർ ആണ്. അപ്പോൾ ഈ സ്പിയറിന് എത്ര വോളിയം ഉണ്ടോ ദാറ്റ് മച്ച് വോളിയം മസ്റ്റ് ബി എക്സ്ക്ലൂഡഡ് ഇൻ ദ കേസ് ഓഫ് 2 മോളിക്യൂൾസ്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന 2 മോളിക്യൂളിനെയാണ്. അപ്പോൾ വി ക്യാൻ സേ ദിസ് ഈസ് ദി എക്സ്ക്ലൂഡഡ് വോളിയം. ദിസ് ഈസ് ദി എക്സ്ക്ലൂഡഡ് വോളിയം ഫോർ 2 മോളിക്യൂൾസ്. 2 മോളിക്യൂളിൻ്റെ കാര്യത്തിൽ എക്സ്ക്ലൂഡഡ് വോളിയമാണ് ഇത്. ശരിക്കും മനസ്സിലായല്ലോ? നമുക്ക് ആ സ്പിയറിൻ്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ സ്പിയർ അല്ലേ, വോളിയം എന്താണ്? വോളിയം ഈസ് ഈക്വൽ ടു വി ഡാഷ് വേണ്ട, വി നിർത്തും. അപ്പോൾ അതിൻ്റെ വോളിയം ഈക്വൽ ടു 4/3 പൈ ഇൻറ്റു ഇതല്ലേ സ്പിയർ, ഇതിൻ്റെ സെൻട്രൽ ഇത്. ഇപ്പോൾ ടോട്ടൽ റേഡിയസ് എത്രയായി? R പ്ലസ് R. ഇത് ആറാണ്, ഇത് ആറാ. രണ്ട് സെയിം ഗ്യാസാണ്. സെയിം ഗ്യാസ് ആകുമ്പോൾ ഈ മോളിക്യൂൾ എന്താണോ അത് തന്നെയാണ് അപ്പുറത്തും വരിക. അപ്പോൾ രണ്ടുപേരുടെ റേഡിയസ് സെയിം ആയിട്ട് വരും. അപ്പോൾ ഇത് ആറാണെങ്കിൽ ഇതും ആറാ. അപ്പോൾ ഈ വലിയ സ്പിയറിൻ്റെ റേഡിയസ് എത്രയായി? 2R. അപ്പോൾ ഇറ്റ് ഈസ് 4/3 പൈ ഇൻറ്റു 2R ദ ഹോൾ ക്യൂബ്. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു മൾട്ടിപ്ലൈ ചെയ്താൽ ഇറ്റ് ഈസ് 8 ഇൻറ്റു 4/3 പൈ R ക്യൂബ്. അപ്പോൾ ഈ ഷെയ്ഡ് ചെയ്തേക്കണ സ്പിയറിൻ്റെ വോളിയം എത്രയായി? 8 ഇൻറ്റു 4/3 പൈ R ക്യൂബ്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ദി എക്സ്ക്ലൂഡഡ് വോളിയം ഫോർ 2 മോളിക്യൂൾസ്. ഓക്കെ, 2 മോളിക്യൂൾസ് വന്നാൽ ഒരു ഗ്യാസിനകത്ത് 2 മോളിക്യൂൾ കൺസിഡർ ചെയ്താൽ ആ 2 മോളിക്യൂളിൻ്റെയും കറസ്പോണ്ടിങ് എക്സ്ക്ലൂഡഡ് വോളിയമാണ് ഈ പറഞ്ഞതൊക്കെ 8 ഇൻറ്റു 4/3 പൈ R ക്യൂബ്. അങ്ങനെയാണെങ്കിൽ ഫോർ 1 മോളിക്യൂൾ എക്സ്ക്ലൂഡഡ് വോളിയം എന്തായിരിക്കും?
ഇറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 4/3 പൈ ആർ ക്യൂബ്. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ? ഇത് രണ്ട് മോളിക്യൂളിൻ്റെ എക്സ്ക്ലൂഡഡ് വോളിയമായിട്ട്. എക്സ്ക്ലൂഡഡ് വോളിയം എന്താണ്? രണ്ട് ഗ്യാസ് മോളിക്യൂളിൻ്റെ ഫ്രീ മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റ് ചെയ്യുന്ന വോളിയമാണ്. അതാണ് എക്സ്ക്ലൂഡഡ് വോളിയം എന്ന് നമ്മൾ പഠിച്ചേക്കണേ. അത് 2 മോളിക്യൂൾസിൻ്റെ വോളിയമാണ് നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്നത്. 1 മോളിക്യൂൾ ആകുമ്പോൾ ഇതിൻ്റെ ഹാഫായി. ഓക്കെ, ദാറ്റ് ഈസ് 4 ഇൻറ്റു 4/3 പൈ ആർ ക്യൂബ്. 4/3 പൈ ആർ ക്യൂബ് എന്തുവാ? ഒരു സ്പിയറിൻ്റെ വോളിയോ. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, if you are considering 1 molecule, the excluded volume corresponding to 1 molecule is actually 4 times of its volume. ഒരു ഗ്യാസ് മോളിക്യൂളിൻ്റെ വോളിയം എന്താണോ 4/3 പൈ ആർ ക്യൂബ് ഒരു സ്പിയറിൻ്റെ വോളിയം ആണല്ലോ, ദാറ്റ് ഈസ് ഒരു മോളിക്യൂളിൻ്റെ വോളിയം ആണല്ലോ, അതിൻ്റെ 4 ടൈംസ് അല്ലേ നമുക്കിപ്പോൾ ഒഴിവാക്കേണ്ടി വന്നേക്കണേ. അപ്പോൾ എക്സ്ക്ലൂഡഡ് വോളിയം 4, 1 molecule is 4 into 4/3 pi r cube, that is 4 times of its original volume. ഓക്കെ, ഇത് 1 മോളിക്യൂളിനാണ്. അപ്പോൾ ഞാൻ 1 മോളിനെ കൺസിഡർ ചെയ്താലോ? ഇഫ് യു ആർ കൺസിഡർ 1 മോൾ ഓഫ് ഗ്യാസ്, 1 മോളിക്യൂളിന് ഇത്രയാണെങ്കിൽ 1 മോളിന് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യണ്ടേ? 1 മോളിനകത്ത് എത്ര മോളിക്യൂൾസ് ഉണ്ട്? ആവഗഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ്. 1 മോളിക്യൂളിൻ്റെ എക്സ്ക്ലൂഡഡ് വോളിയം 4 into 4/3 pi r cube ആണെങ്കിൽ 1 മോളിൻ്റെ വോളിയം എന്താണ്? ഇൻറ്റു എൻ. ഓക്കെ, അപ്പോൾ ഫോർ 1 mole of a gas, V dash is equal to, V dash is excluded volume അല്ലെങ്കിൽ വോളിയം കറക്ഷൻ ഫാക്ടർ. അപ്പോൾ ഞാൻ 1 മോളിൻ്റെ V dash എടുത്താൽ ഇറ്റ് ഈസ് 4/3 പൈ ആർ ക്യൂബ് ഇൻറ്റു 4 ഇൻറ്റു ആവഗഡ്രോ നമ്പർ. ശരിക്കും കോൺസെപ്റ്റ് പിടികിട്ടിയല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ എന്താണ് വോളിയം കറക്ഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കി. വോളിയം കറക്ഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂഡഡ് വോളിയം എന്നാണ് മനസ്സിലാക്കേണ്ടത്. 2 മോളിക്യൂളാണ് നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്നത്. 2 മോളിക്യൂളിൻ്റെ എക്സ്ക്ലൂഡഡ് വോളിയമാണ് ഈ ഷെയ്ഡഡ് പോർഷൻ. അതിൻ്റെ വോളിയം 8 into 4/3 പൈ ആർ ക്യൂബ് എന്നായിരുന്നു. നമ്മൾ ഒരു മോളിക്യൂൾ കൺസിഡർ ചെയ്താൽ അതിൻ്റെ ഹാഫ് വോളിയം എടുക്കേണ്ടി വരും. അത് 4 into 4/3 പൈ ആർ ക്യൂബാണ്. ദാറ്റ് ഈസ് ഒരു ഗ്യാസ് മോളിക്യൂളിൽ എത്ര വോളിയം ഉണ്ടോ അതിൻ്റെ 4 ടൈംസ് അതിൻ്റെ എക്സ്ക്ലൂഡഡ് വോളിയമായിട്ട് വരും. ഓക്കെ, 1 മോൾ കൺസിഡർ ചെയ്താൽ ഇതിന് ഒരു മോളിക്യൂളിൻ്റെ വോളിയം ഇതാണെങ്കിൽ 1 മോൾ എടുത്താൽ അതിനകത്ത് ആവഗഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആവഗഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. 4/3 പൈ ആർ ക്യൂബ് ഇൻറ്റു 4 ആണ് 1 മോളിക്യൂളിന്, ഇൻറ്റു എൻ എ ചെയ്താൽ 1 മോൾ കിട്ടി. ഈ 1 മോളിൻ്റെ കറസ്പോണ്ടിങ് എക്സ്ക്ലൂഡഡ് വോളിയം ഇല്ലേ, 1 മോളിൻ്റെ കറസ്പോണ്ടിങ് എക്സ്ക്ലൂഡഡ് വോളിയം, ദാറ്റ് ഈസ് വി ഡാഷ്. അതിന് പറയുന്ന പേരാണ് ബി, സ്മോൾ ബി. അപ്പോൾ എന്താ സ്മോൾ ബി? It is the excluded volume for 1 mole of a gas. 1 mole ഗ്യാസിൻ്റെ excluded volume എന്താണോ that is known as B. B is known as Van der Waals constant. കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലായോ? അപ്പോൾ എന്തായിരുന്നു V ഡാഷ്? സോറി, എന്തായിരുന്നു B? B is Van der Waals constant. B is the excluded volume for 1 mole of a gas. It is also known as co-volume. Co-volume അല്ലെങ്കിൽ excluded volume for 1 mole. അപ്പോൾ നമുക്ക് 1 മോളിൻ്റെ എക്സ്ക്ലൂഡഡ് വോളിയം കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ വോളിയം കറക്ഷൻ മാറ്റിയിട്ട് ഇത് ഞാനൊന്ന് ഒന്നുകൂടെ ശരിക്കും പറയുകയാണെങ്കിൽ, അപ്പോൾ ബി ഞാനത് വി ഡാഷിനെ മാറ്റിയിട്ട് എന്ത് ചെയ്യാണ്? ബിയിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. അപ്പോൾ ഇതെങ്ങനെയാവുമെന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി നമ്മൾ എഴുതിക്കുന്നത് ഇങ്ങനെയാണ്: വി ഐഡിയൽ ഇസ് ഈക്വൽ ടു വി ഒബ്സർവ്ഡ് മൈനസ് വി ഡാഷ് ആണല്ലോ. ഫോർ 1 മോൾ വി ഡാഷിന് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ബി എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാനിത് ഇങ്ങനെ എഴുതി: വി ഐഡിയൽ ഇസ് ഈക്വൽ ടു വി മൈനസ് ബി. അപ്പോൾ സ്റ്റിൽ നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ പി ഐഡിയൽ ഇൻറ്റു വി ഐഡിയൽ ഇസ് ഈക്വൽ ടു എൻ ആർ ടി എന്നാണ്. ആ ഇക്വേഷനിലുള്ള പിയും വിയും ഐഡിയൽ ഗ്യാസിൻ്റെ പ്രഷറും ഐഡിയൽ ഗ്യാസിൻ്റെ വോളിയമാണ്. ഈ വി ഐഡിയൽ കംപ്ലീറ്റ് കംപ്രസിബിൾ ആണ്. ഞാൻ റിയൽ ഗ്യാസിൻ്റെ വോളിയത്തിൻ്റെ ഐഡിയലിലോട്ട് കൺവേർട്ട് ചെയ്തതാണ്.
ദിസ് ഈസ് ദ വോളിയം ഓഫ് റിയൽ ഗ്യാസ്. ഓക്കെ, ആ റിയൽ ഗ്യാസിൻ്റെ വോളിയത്തിന് ഞാൻ എന്ത് ചെയ്തു? ഐഡിയലിലോട്ട് കൺവേർട്ട് ചെയ്തു. റിയൽ ഗ്യാസിനകത്ത് കംപ്രസ് ചെയ്യാൻ പറ്റാത്ത വോളിയം കൂടെ ഉണ്ട്, അത് ഗ്യാസ് മോളിക്യൂളിൻ്റെ വോളിയമാണ്. അത് സബ്ട്രാക്ട് ചെയ്താൽ റിയൽ ഗ്യാസിൻ്റെ വോളിയം എങ്ങോട്ട് കൺവേർട്ടായി? ഐഡിയലിലോട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഇഫ് യു ആർ യൂസിങ് ദിസ് ഇക്വേഷൻ, if we are using or you are using this equation for real gas, വിക്ക് പകരം എന്താ വേണ്ടേ? വി മൈനസ് ബി ആ വേണ്ടേ. കാരണം റിയൽ ഗ്യാസിൻ്റെ വോളിയത്തിൽ നിന്ന് ഇത്രയും സബ്ട്രാക്ട് ചെയ്താലേ ആ വോളിയം എന്താവുള്ളൂ? ഐഡിയലാവുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ റിയൽ ഗ്യാസിന് അപ്ലൈ ചെയ്താൽ വി എന്നല്ല വരേണ്ടത്, പിന്നെന്താണ്? വി മൈനസ് ബി എന്നാണ്. അപ്പോൾ വോളിയം കറക്ഷൻ ഫാക്ടർ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? സോ ദിസ് ഇസ് വോളിയം കറക്ഷൻ. അപ്പോൾ നമ്മൾ ഇക്വേഷനിൽ വോളിയം കറക്റ്റ് ചെയ്തു. വോളിയം കറക്റ്റ് ചെയ്തിട്ട് വി മൈനസ് ബി എന്നാക്കി. ഓക്കെ, ദിസ് ഇസ് ഫോർ 1 mole. ഫോർ n moles ഓഫ് ഗ്യാസ് നമ്മുടെ n moles ഓഫ് ഗ്യാസ് നമ്മുടെ സാമ്പിളിൽ ഉണ്ടെങ്കിൽ എന്താണ് വി, എന്താണ് എക്സ്ക്ലൂഡഡ് വോളിയം? എക്സ്ക്ലൂഡഡ് വോളിയം വി ഡാഷ് ഇസ് ഈക്വൽ ടു എൻ പി. ക്ലിയർ? അപ്പോൾ വോളിയം കറക്ഷൻ ഫാക്ടർ മനസ്സിലായി. ഇനി ഈ ബി, അപ്പോൾ ബി എന്താണ്? നമ്മുടെ സാമ്പിൾ ഓഫ് ഗ്യാസിനകത്തുള്ള ഗ്യാസ് മോളിക്യൂളിൻ്റെ വോളിയമാണ്. ഓക്കെ, ഗ്യാസ് മോളിക്യൂളിൻ്റെ ഇൻകംപ്രസിബിൾ വോളിയമാണ് നമ്മൾ ബി എന്ന് പറഞ്ഞിരിക്കുന്നത് ഫോർ 1 mole ഓഫ് ഗ്യാസ്. n mole ഓഫ് ഗ്യാസ് ആണെങ്കിൽ എൻ ബി എന്ന് എഴുതേണ്ടി വരും. ഈ ബീൻ്റെ യൂണിറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ബി, ഓക്കെ, നമ്മൾ വാൻഡർവാൾസ് കോൺസ്റ്റൻ്റ് എന്ന് പറയും. അതിൻ്റെ യൂണിറ്റ് നോക്കിയാൽ ബി ഈസ് ഈക്വൽ ടു വി ഡാഷ് ബൈ എൻ എന്നല്ലേ? ബി ഈസ് ഈക്വൽ ടു വി ഡാഷ് ബൈ എൻ. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് വോളിയം? ലിറ്റർ ബൈ മോൾ ഉണ്ട്, ദാറ്റ് ഈസ് ലിറ്റർ പെർ മോൾ. ഓർ വി ക്യാൻ സേ ഇറ്റ് ഈസ് മീറ്റർ ക്യൂബ് മോൾ ഇൻവേഴ്സ്. സോ ദ യൂണിറ്റ് ഓഫ് ബി ഈസ് ലിറ്റർ പെർ മോൾ ഓർ മീറ്റർ ക്യൂബ് പെർ മോൾ. യൂഷ്വലി നമ്മളൊരു ഗ്യാസിൻ്റെ ബിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താൽ the order of B, of range of B is in between 10 raised to minus 2 to 10 raised to minus 4. അപ്പോൾ ബിയുടെ വാല്യൂ എഴുതുമ്പോൾ അതിൻ്റെ ഓർഡർ മിക്കവാറും 10 raised to minus 4നും 10 raised to minus 2നും ഇടയ്ക്കായിരിക്കും. അപ്പോൾ എന്താണ് ബി എന്ന് മനസ്സിലായല്ലോ? ഒരു സാമ്പിൾ ഓഫ് ഗ്യാസ് എടുത്താൽ ആ സാമ്പിൾ ഓഫ് ഗ്യാസിൻ്റെ 1 മോളിൻ്റെ എക്സ്ക്ലൂഡഡ് വോളിയമാണ് ബി. ഓക്കെ, the excluded volume for 1 mole of a gas. n mole of gas എടുത്താൽ എൻ ബി ആണ് excluded volume. ബിൻ്റെ യൂണിറ്റ് ഇതാണ്, ബിയുടെ ഓർഡർ, ദാറ്റ് ഇസ് വാല്യൂ എഴുതുമ്പോൾ the value will be having the order of 10 raised to minus 2 to 10 raised to minus 4. അപ്പോൾ എന്താണ് വോളിയം കറക്ഷൻ എന്ന് ശരിക്കും മനസ്സിലായി. നമ്മളിനി പ്രഷർ കറക്ഷനിലേക്ക് പോവാണ്. അപ്പോൾ വാൻഡർവാൾ എന്ന സയൻറ്റിസ്റ്റ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷനെ മോഡിഫൈ ചെയ്തത് എങ്ങനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഹി മെയ്ഡ് 2 കറക്ഷൻസ്. ഒന്ന് വോളിയം കറക്ഷൻ, രണ്ടാമത്തത് പ്രഷർ കറക്ഷൻ. അപ്പോൾ എങ്ങനെയാണ് വോളിയം കറക്ഷൻ കൊണ്ടുവന്നത് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പ്രഷർ കറക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാൻ പോവാം. പ്രഷർ കറക്ഷൻ. ഓക്കെ, വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ പ്രഷർ ഓഫ് ഗ്യാസ്? അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കൈനറ്റിക് തിയറി പറഞ്ഞ പോയിൻ്റാണ് ഗ്യാസ് മോളിക്യൂൾസ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ മൂവ് ചെയ്ത് പോകുമ്പോൾ അവർ കണ്ടെയ്നറിൻ്റെ വോളിൽ ഇടിക്കാം, പരസ്പരം ഇടിക്കാം. ഇങ്ങനെ പോയി ഉണ്ടാകുന്ന കൊളീഷൻസ് ആണ് അവിടെ പ്രഷർ ഉണ്ടാക്കുന്നത്. അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. വോളിൽ ഇപ്പോൾ ഹിറ്റ് ചെയ്യുമ്പോൾ തിരിച്ചു വരുമ്പോൾ മൊമെൻറ്റം ചേഞ്ച് ആയി, പ്ലസ് എം വി മൈനസ് എം വി ആയിട്ട് കൺവേർട്ട് ചെയ്തു, അവിടെ ഇമ്പൾസ് ഒരു ഫോഴ്സ് ക്രിയേറ്റ് ചെയ്തു, അങ്ങനെ പ്രഷർ ഉണ്ടായി. അപ്പോൾ ഗ്യാസ് മോളിക്യൂൾ ഈ കണ്ടെയ്നറിൻ്റെ വോളിൽ പോയി ഹിറ്റ് ചെയ്യുമ്പോഴാണ് അവിടെ പ്രഷർ ജനറേറ്റ് ചെയ്തതെന്ന് മനസ്സിലാക്കുക. ഇതൊരു ഗ്യാസ് മോളിക്യൂളാണ്. ഓക്കെ, ഗ്യാസ് മോളിക്യൂൾ നേരെ പോയി ആ വള്ളി ഹിറ്റ് ചെയ്യുമ്പോൾ കൊളൈഡ് ചെയ്യുമ്പോൾ ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യും. ആ ഫോഴ്സ് ബൈ ഏരിയ ചെയ്യുമ്പോൾ നമുക്ക് പ്രഷർ കിട്ടും. ഓക്കെ, ഈ ഇതിനകത്ത് വേറെയും മോളിക്യൂൾസ് ഉണ്ട് എന്ന് സങ്കല്പിക്കുക. ഇതൊരു ഐഡിയൽ ഗ്യാസ് ആണെന്ന് വിചാരിക്കാം. ലെറ്റ് ഇറ്റ് ബി എൻ ഐഡിയൽ ഗ്യാസ്. നമ്മൾ ഐഡിയൽ ഗ്യാസ് എന്ന് പറയണമെങ്കിൽ എന്താ കണ്ടീഷൻ? ഗ്യാസ് മോളിക്യൂളിൻ്റെ വോളിയം നെഗ്ലിജിബിൾ ആണ്. 2 ഗ്യാസ് മോളിക്യൂൾ ഇടയ്ക്ക് അട്രാക്ഷനോ റിപ്പൽഷനോ ഒന്നും ഇല്ല എന്ന് പറയും. ഇൻറ്ററാക്ഷൻ ഒന്നും ഇല്ലാന്ന രീതിയിൽ എടുക്കാം. അപ്പോൾ ഇത് ഐഡിയൽ ഗ്യാസ് ആണെന്ന് വിചാരിക്കുക. ഈ മോളിക്യൂൾസ് ഒന്നും ഇവിടെ കുറേ മോളിക്യൂൾസ് ഉണ്ട്. നൗ ദിസ് മോളിക്യൂൾ ഈസ് എബൌട്ട് ടു സ്ട്രൈക്ക് ഓൺ ദ വാൾ. ഇറ്റ്സ് ഗോയിങ് ടു സ്ട്രൈക്ക് ഓൺ ദ വാൾ. അപ്പോൾ വോളിൽ ഇപ്പോൾ ഹിറ്റ് ചെയ്യാൻ പോണ മോളിക്യൂളാണ്, ഇങ്ങോട്ട് മൂവ് ചെയ്ത് പോണ മോളിക്യൂളാണ്.
ഈ മോളിക്യൂൾസ് ഒന്നും ഇതിനെ അട്രാക്റ്റ് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് ആ മോളിക്യൂൾ ഫ്രീ ആയിട്ടാണ് പോയി ആ വോളിൽ പോയി ഹിറ്റ് ചെയ്യുന്നത്. കോൺസെപ്റ്റ് ഓക്കെ അല്ലേ പറഞ്ഞത്? റിയൽ ഗ്യാസ് ആണ്. സോ ഗ്യാസ് മോളിക്യൂൾസിനിടയ്ക്ക് അട്രാക്ഷനോ റീപ്പൽഷനോ ഒന്നുമില്ല. സോ മോളിക്യൂൾസ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്ത് പോകും. അങ്ങനെ ഈ ഗ്യാസ് മോളിക്യൂൾ വളരെ ഫ്രീ ആയിട്ടാണ് ആ വോളിൽ പോയി ഹിറ്റ് ചെയ്യുക. അങ്ങനെ ഹിറ്റ് ചെയ്യുമ്പോൾ അത് അവിടെ ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യും. ലെറ്റ് ഇറ്റ് ബി പി ഐഡിയൽ. ഓക്കെ, അതായത് നമ്മൾ പി വി ഈക്വൽ ടു എൻ ആർ ടിയിൽ പി ഐഡിയൽ വി ഐഡിയൽ ഈക്വൽ ടു എൻ ആർ ടി. വി ഐഡിയലിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു, കംപ്രസിബിൾ വോളിയാണെന്ന് പറഞ്ഞു. ഇവിടെ പി വി ഈക്വൽ ടു എൻ ആർ ടിയിൽ ഉപയോഗിക്കുന്ന പി ഇസ് പി ഐഡിയൽ. ദാറ്റ് ഈസ് ദ പ്രഷർ ക്രിയേറ്റഡ് ബൈ ദ ഗ്യാസ് മോളിക്യൂൾസ് ഇഫ് ദർ ഈസ് നോ അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഗ്യാസ് മോളിക്യൂൾസ്. ക്ലിയർ ആണല്ലോ? ഈ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ കാണപ്പെടുന്ന പി is ideal pressure. That is the pressure created by gas molecules when there is no attraction between gas molecules. Gas molecules ഇടയ്ക്ക് അട്രാക്ഷൻ ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ ഒരു ഗ്യാസ് മോളിക്യൂൾ അല്ലെങ്കിൽ ഗ്യാസിനകത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന പ്രഷറാണ് പി. ദാറ്റ് ഈസ് പി ഐഡിയൽ. Now I am considering a real gas. Okay? ഇവിടെ ഒരു ഗ്യാസ് മോളിക്യൂൾ ഉണ്ട്. ഇറ്റ് ഈസ് അബൌട്ട് ടു സ്ട്രൈക്ക് ഓൺ ദ വാൾ. ഓക്കെ, ഇവിടെയും കുറേ ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ടെന്ന് വിചാരിക്കും. ആണല്ലോ? ഇൻ ദ കേസ് ഓഫ് റിയൽ ഗ്യാസ് അപ്പോൾ ഇവിടെ എന്തില്ല? നോ അട്രാക്ഷൻ. ഓക്കെ, അപ്പോൾ ഗ്യാസ് മോളിക്യൂൾ എന്ത് ചെയ്യും? ഫ്രീ ആയിട്ട് മൂവ് ചെയ്യും. ഫ്രീ മൂവ്മെൻറ്റ്. അങ്ങനെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്ത് പോകുമ്പോൾ അത് ഉണ്ടാക്കുന്ന പ്രഷറാണ് പി ഐഡിയൽ. ഇവിടെ റിയൽ ഗ്യാസിൻ്റെ കാര്യത്തിൽ ഇൻ ദ കേസ് ഓഫ് റിയൽ ഗ്യാസ് there exists an attractive force between gas molecules. Suppose ഈ മോളിക്യൂൾസ് ഈ അതിൻ്റെ ബാക്കിൽ നിങ്ങൾ കുറേ മോളിക്യൂൾസ് കണ്ടില്ലേ? ഈ ഗ്യാസ് മോളിക്യൂൾ ഈ മോളിക്യൂളിനെ അട്രാക്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. If there exists an attractive field between the gas molecule, then the molecule which is about to strike on the wall will be pulled back, or it experiences an inward pull. ബാക്കിലേക്ക് പിടിച്ചു വലിക്കാനാണ്. അപ്പോൾ ഈ മോളിക്യൂൾസ് എല്ലാം ഈ മോളിക്യൂളിനെ പുറകിലേക്ക് വലിക്കുകയാണെങ്കിൽ ഈ മോളിക്യൂളിന് ഫ്രീ ആയിട്ട് ഇവിടെ പോയി ഹിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് നമുക്ക് മനസ്സിലായി അല്ലേ? അപ്പോൾ ഇവിടെ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടെങ്കിൽ ദ മോളിക്യൂൾ വിൽ സ്ട്രൈക്ക് ഓൺ ദ വാൾ വിത്ത് ലെസ് മൊമെൻറ്റം. വളരെ കുറഞ്ഞ മൊമെൻറ്റത്തോടെ അവിടെ പോയി ഇടിക്കുള്ളൂ. അങ്ങനെ ലെസ് മൊമെൻറ്റത്തോടെ ഹിറ്റ് ചെയ്യുമ്പോൾ അവിടെ അത് ഇമ്പോർട്ട് ചെയ്യുന്ന അല്ല അത് അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഫോഴ്സും വളരെ കുറവല്ലേ? ഞാനിപ്പോൾ ഒരാൾ ഇടിക്കാൻ പോവുക, എന്നെങ്ങനെ പുറകെ നിന്ന് പിടിച്ച് വലിച്ചാൽ എനിക്ക് അത്ര ഫ്രീ ആയിട്ട് അവിടെ പോയി ഹിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഗ്യാസ് മോളിക്യൂളിനെ പുറകിലേക്ക് പിടിച്ച് വലിച്ചാൽ ഗ്യാസ് മോളിക്യൂൾ വാളിൽ ഉണ്ടാക്കുന്ന ഫോഴ്സ് അല്ലെങ്കിൽ പ്രഷർ വിൽ ബി ലെസ് ആണല്ലോ. ഇതാണ് നമ്മുടെ പി റിയൽ. റിയൽ ഗ്യാസ് ഉണ്ടാക്കുന്ന പ്രഷർ. ഇത് ഐഡിയൽ ഗ്യാസിൻ്റെ പ്രഷർ. അതുണ്ടാകുന്ന എപ്പോഴാണ്? ഇഫ് ദർ ഇസ് നോ അട്രാക്ഷൻ. പക്ഷേ റിയൽ ഗ്യാസിൻ്റെ കാര്യത്തിൽ എന്തുണ്ട്? അട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ വോളിൽ പോയി സ്ട്രൈക്ക് ചെയ്യാൻ പോണ മോളിക്യൂളിനെ അത് ഗ്യാസ് മോളിക്യൂൾസ് ബാക്കിലേക്ക് പിടിച്ച് വലിക്കാൽ അല്ല അട്രാക്ട് ചെയ്താൽ ഈ മോളിക്യൂൾ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന പ്രഷർ ആക്ച്വലി ഉണ്ടാകേണ്ട പ്രഷറിനേക്കാളും കുറവായിരിക്കും. അപ്പോൾ അട്രാക്ഷൻ ഇല്ലാത്തപ്പോൾ ഈ മോളിക്യൂൾ ഉണ്ടാകുന്ന പ്രഷറിനേക്കാളും കുറവായിരിക്കും അട്രാക്ഷൻ ഉള്ളപ്പോൾ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന പ്രഷർ. കോൺസെപ്റ്റ് ഓക്കെ ആണല്ലോ? ആ പ്രഷറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പി റിയൽ. റിയൽ ഗ്യാസിൻ്റെ പ്രഷർ. ഓക്കെ, പക്ഷേ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ നമുക്ക് പി ഉപയോഗിക്കണമെങ്കിൽ, പി യൂസ് ചെയ്യണമെങ്കിൽ ദാറ്റ് പ്രഷർ മസ്റ്റ് ബി ഐഡിയൽ പ്രഷർ. ദാറ്റ് പ്രഷർ മസ്റ്റ് ബി ദ പ്രഷർ ദാറ്റ് വിൽ ഇസ് ഡെവലപ്ഡ് ഇഫ് ദർ ഇസ് നോ അട്രാക്ഷൻ. അട്രാക്ഷൻ ഇല്ലാത്തപ്പോൾ ഉണ്ടാക്കുന്ന പ്രഷറാണ് നമുക്ക് ആ ഇക്വേഷനിൽ ഉപയോഗിക്കേണ്ടി വരിക. ഓക്കെ, പക്ഷേ റിയൽ ഗ്യാസിൻ്റെ കാര്യത്തിൽ അട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ ആക്ച്വലി നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന പ്രഷർ ആ റിയൽ ഗ്യാസിൻ്റെ ദാറ്റ് ഇസ് ഐഡിയൽ ഗ്യാസിൻ്റെ പ്രഷറിനേക്കാളും കുറവായിരിക്കും. അപ്പോൾ പി റിയൽ അല്ലെങ്കിൽ പി ഒബ്സർവ്ഡ് വിൽ ബി ലെസ് ദാൻ പി ഐഡിയൽ. അപ്പോൾ ഈ പി റിയൽ ഐഡിയലിലോട്ട് എത്തണമെങ്കിൽ അട്രാക്ഷൻ കാരണം ഒരു എമൗണ്ട് ഓഫ് പ്രഷർ കുറഞ്ഞില്ലേ? അട്രാക്ട് ചെയ്തപ്പോൾ മോളിക്യൂളോടെ ലെസ് മൊമെൻറ്റത്തോടെ പോയി ഹിറ്റ് ചെയ്തത്, ഉണ്ടായ പ്രഷർ കുറഞ്ഞു പോയി.
അപ്പോൾ ഈ അട്രാക്ഷൻ കാരണം എത്ര പ്രഷർ കുറഞ്ഞു പോയോ അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്താലല്ലേ ഐഡിയൽ പ്രഷർ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം പി ഐഡിയൽ ഈസ് ഈക്വൽ ടു പി ഒബ്സർവ്ഡ് പ്ലസ് എ പ്രഷർ കറക്ഷൻ ഫാക്ടർ. ഇവിടെ എന്താ ചെയ്യേണ്ടത്? അട്രാക്റ്റീവ് ഫോഴ്സ് കാരണം ഒരു സ്പെസിഫിക് എമൗണ്ട് ഓഫ് പ്രഷർ കുറഞ്ഞു പോയിട്ടുണ്ടാവും. ആ കുറഞ്ഞു പോയ പ്രഷർ ഒബ്സർവ്ഡ് പ്രഷറിൻ്റെ കൂടെ ആഡ് ചെയ്താലേ ഐഡിയൽ പ്രഷർ കിട്ടുള്ളൂ എന്ന് പറയണേ. മനസ്സിലായല്ലോ? ദിസ് പി ഡാഷ് ഈസ് നോൺ എസ് പ്രഷർ കറക്ഷൻ ഫാക്ടർ. പ്രഷർ കറക്ഷൻ ഫാക്ടർ. അവിടെ വോളിയം കറക്ഷൻ ഫാക്ടർ പറഞ്ഞ മാതിരി പി ഡാഷ് ഈസ് നോൺ എസ് പ്രഷർ കറക്ഷൻ ഫാക്ടർ. ഇനി പ്രഷർ കറക്ഷൻ ഫാക്ടറിൻ്റെ വാല്യൂ എന്താ നോക്കാൻ പോവാം. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും മനസ്സിലായല്ലോ അല്ലേ? റിയൽ ഗ്യാസിൻ്റെ കാര്യത്തിൽ ഗ്യാസ് മോളിക്യൂൾസിനുണ്ടെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. ഡ്യൂ ടു ദോസ് അട്രാക്റ്റീവ് ഫോഴ്സ് ദ പ്രഷർ ജനറേറ്റഡ് ഇൻ ദി കേസ് ഓഫ് റിയൽ ഗ്യാസ് വിൽ ബി ലെസ് ദാൻ ദി ആക്ച്വൽ പ്രഷർ. അപ്പോൾ ആക്ച്വലി ഉണ്ടാവേണ്ട പ്രഷറിനേക്കാളും റിയൽ ഗ്യാസിനകത്ത് ഉണ്ടാകുന്ന പ്രഷർ കുറവാണ് ഡ്യൂ ടു ദീസ് അട്രാക്ഷൻ. അപ്പോൾ ഐഡിയൽ ഗ്യാസിൻ്റെ പ്രഷറിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ ഒബ്സർവ് പ്രഷറിന് കൂടെ ഒരു സ്പെസിഫിക് എമൗണ്ട് ആഡ് ചെയ്യേണ്ടി വരും. ഈ ആഡ് ചെയ്യുന്ന പ്രഷർ എന്താണ്? ദ പ്രഷർ വിച്ച് ഈസ് ഡിക്രീസ് ഡ്യൂ ടു ദീസ് അട്രാക്റ്റീവ് ഫോഴ്സ്. അപ്പോൾ പി ഡാഷ് ഈസ് നോൺ എസ് പ്രഷർ കറക്ഷൻ ഫാക്ടർ. എങ്ങനെ നമ്മൾ പ്രഷർ കറക്ഷൻ ഫാക്ടർ കണ്ടുപിടിക്കും എന്ന് നോക്കാം. പി ഡാഷ് എന്താ? പി ഡാഷ് ദ ഡിക്രീസ്ഡ് പ്രഷർ ദറ്റ് ഈസ് ഡ്യൂ ടു ദിസ് അട്രാക്ഷൻ. ഇത് രണ്ട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യും. പി ഡാഷ് ഡിപ്പെൻഡ്സ് ഓൺ ടു ഫാക്ടേഴ്സ്. നമ്പർ വൺ, ഇവിടെ ഈ മോളിക്യൂളിനെ ഇപ്പോൾ എത്ര പേര് ഈ വോളിൽ പോയി ഹിറ്റ് ചെയ്യാൻ പോകുന്ന മോളിക്യൂളില്ലേ, ഈ വോളിൽ ഹിറ്റ് ചെയ്യാൻ പോകുന്ന മോളിക്യൂൾ അവനിപ്പോൾ 3 പേര് അട്രാക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടുകയാണെങ്കിലോ നമ്പർ ഓഫ് അട്രാക്ഷൻസും കൂടില്ലേ? ഓക്കെ, അപ്പോൾ എത്രത്തോളം അട്രാക്ഷൻ കൂടുന്നുണ്ടോ അത്രത്തോളം പ്രഷർ എന്ത് ചെയ്യും? കുറഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യേണ്ടി വരുന്ന പ്രഷർ എന്ത് ചെയ്യും? കൂടും. ഈ പി ഡാഷ് എന്താണ്? അട്രാക്ഷൻ കാരണം കുറയുന്ന പ്രഷറാണ്. പി ഡാഷ് ഈസ് പ്രഷർ കറക്ഷൻ ഫാക്ടർ. ഇറ്റ് ഈസ് ദ പ്രഷർ ഡിക്രീസ്ഡ് ഡ്യൂ ടു അട്രാക്ഷൻ. മനസ്സിലായല്ലോ അല്ലേ? പ്രഷർ കറക്ഷൻ ഫാക്ടർ എന്താണ്? ഇറ്റ് ഈസ് എ പ്രഷർ ഡിക്രീസ്ഡ് ഡ്യൂ ടു അട്രാക്ഷൻ. അട്രാക്ഷൻ കാരണം കുറഞ്ഞു പോയ പ്രഷറാണ്. മനസ്സിലായല്ലോ? അപ്പോൾ അട്രാക്ഷൻ കൂടുന്നതനുസരിച്ച് പി ഡാഷിൻ്റെ വാല്യൂ എന്ത് ചെയ്യും? കൂടും. എത്രത്തോളം അട്രാക്ഷൻ കൂടുന്നുണ്ടോ അത്രത്തോളം പ്രഷർ കുറയും. ഓക്കെ, അപ്പോൾ പി ഡാഷ് ഡിപ്പെൻഡ്സ് അപ്പോൺ നമ്പർ വൺ അട്രാക്ഷൻ. അട്രാക്ഷൻ കൂടുന്നതനുസരിച്ച് പി ഡാഷ് കൂടും. ഓക്കെ, അട്രാക്ഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ദാറ്റ് ഈസ് ഇതിൻ്റെ ബാക്കിലുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടുന്നതനുസരിച്ച് ഇതിന് പുറത്തുള്ള അട്രാക്ഷൻ കൂടും. അപ്പോൾ നമുക്ക് പറയാം അട്രാക്ഷൻ ഈസ് ഡിറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം. ഓക്കെ, യൂണിറ്റ് വോളിയത്തിലുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടുന്നതനുസരിച്ച് അതിനെ സറൗണ്ട് ചെയ്യുന്ന മോളിക്യൂൾസും കൂടും. അപ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സും കൂടും. ഓക്കെ, അപ്പോൾ കുറയുന്ന പ്രഷർ എന്ത് ചെയ്യും? കൂടും. കുറയുന്ന പ്രഷർ കൂടണമെന്ന് പറഞ്ഞാൽ അട്രാക്ഷൻ കാരണം പ്രഷർ നല്ലോണം കുറയും. അപ്പോൾ എത്രത്തോളം അട്രാക്ഷൻ കൂടുന്നുണ്ടോ അത്രത്തോളം ഡിക്രീസ്ഡ് പ്രഷർ കൂടുമെന്ന് പറഞ്ഞേക്കണേ. കോൺസെപ്റ്റ് ഓക്കെ ആണല്ലോ? അപ്പോൾ മോർ ദി അട്രാക്ഷൻ ലെസ് വിൽ ബി ദ പ്രഷർ ക്രിയേറ്റഡ്. ഇപ്പം നമ്മളത് ഐഡിയലിലോട്ട് എത്തണമെങ്കിൽ ആഡ് ചെയ്യേണ്ടി വരുന്ന ഫാക്ടറും കൂടും. ഓക്കെ, അപ്പോൾ അട്രാക്ഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? നമ്പർ ഓഫ് മോളിക്യൂൾസിനെ ഡിപ്പെൻഡ് ചെയ്യും. യൂണിറ്റ് വോളിയത്തിലുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ നമുക്ക് പറയാം പി ഡാഷ് directly proportional to number of moles per unit volume. Number one. അപ്പോൾ പി ഡാഷ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പറയും? രണ്ട് ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യും. വൺ ഈസ് അട്രാക്റ്റീവ് ഫോഴ്സ്, ഗ്യാസ് മോളിക്യൂളിൻ്റെ പുറത്തുള്ള അട്രാക്റ്റീവ് ഫോഴ്സ്. മോർ ദ നമ്പർ ഓഫ് മോളിക്യൂൾ സറൗണ്ടിങ് ഇറ്റ് മോർ വിൽ ബി ദ അട്രാക്ഷൻ. അപ്പോൾ പി ഡാഷ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ് പെർ യൂണിറ്റ് വോളിയം. നമ്പർ ടു, നമ്പർ ഓഫ് കൊളിഷൻസ്. ഇപ്പോൾ ഒരു മോളിക്യൂൾ ഹിറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ അവിടെ ജനറേറ്റ് ചെയ്യേണ്ട പ്രഷറിനേക്കാളും കുറഞ്ഞ് ജനറേറ്റ് ചെയ്തു. അപ്പോൾ നമ്മളൊരു പി ഡാഷ് ആഡ് ചെയ്തു.
രണ്ടാമതൊരു കൊളീഷൻ സംഭവിച്ചു എന്ന് വിചാരിക്കും. ഈ കൊളീഷനിൽ നമ്മളൊരു പി ഡാഷ് ആഡ് ചെയ്യേണ്ടി വരില്ലേ അല്ലേ? ഇവിടെയും ബാക്ക്വേർഡ് പുൾ ഉണ്ടാവാം, പുറകിലേക്ക് വലിക്കാം. അപ്പോൾ പ്രഷർ കുറഞ്ഞു, നമ്മൾ ആഡ് ചെയ്യേണ്ടി വരുന്ന പ്രഷർ കൂടി. അടുത്ത് വീണ്ടും ഒരു കൊളീഷൻ നടന്നു വിചാരിക്കുക. ഇവിടെയും ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്തു, പക്ഷേ അത് ഐഡിയയിലോട്ട് എത്തണമെങ്കിൽ നമ്മൾ ആഡ് ചെയ്യേണ്ട പ്രഷർ കൂടും. അപ്പോൾ മോർ ദ നമ്പർ ഓഫ് കൊളീഷൻസ് മോർ വിൽ ബി പി ഡാഷ്. അപ്പോൾ ഓരോ കൊളീഷനും നമ്മൾ ഈ പി ഡാഷ് അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ എത്രത്തോളം കൊളീഷൻസ് കൂടുന്നുണ്ടോ അത്രത്തോളം പി ഡാഷിൻ്റെ വാല്യൂയും കൂടും. കിട്ടിയല്ലോ? അപ്പോൾ നമ്പർ ഓഫ് കൊളീഷൻസ് കൂടുന്നതനുസരിച്ചും പി ഡാഷ് കൂടും. അപ്പോൾ നമുക്ക് പറയാം പി ഡാഷ് ഈസ് ഓൾസോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു n/v. ഈ നമ്പർ ഓഫ് കൊളീഷൻസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? അവിടെയുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസിനെ. ഉള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടുന്നതനുസരിച്ച് അട്രാക്ഷൻ കൂടും. അപ്പോൾ അട്രാക്ഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? n/v. നമ്പർ ഓഫ് കൊളീഷൻസ് കൂടുന്നതനുസരിച്ചും പി ഡാഷ് കൂടും. അപ്പോൾ പി ഡാഷ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? n/v. ഇപ്പം രണ്ട് പി ഡാഷ് ഉണ്ട്. ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു n/v. പി ഡാഷ് ഇസ് ഓൾസോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു n/v. നമുക്ക് പറയാം പി ഡാഷ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു n²/v². ഓക്കെ? ഓർ പി ഡാഷ് ഇസ് ഈക്വൽ ടു, പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു ആക്കുമ്പോൾ നമ്മളൊരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, a ഇൻറ്റു n²/v². ഓക്കെ? അപ്പോൾ പി ഡാഷിൻ്റെ വാല്യൂ എന്തുവാ? പി ഡാഷ് ഇസ് ഈക്വൽ ടു n²a/v². It is a pressure correction factor P dash for n moles of gas. ഓക്കെ? അപ്പോൾ പ്രഷർ കറക്ഷൻ ഫാക്ടർ കിട്ടി, വോളിയം കറക്ഷൻ ഫാക്ടർ കിട്ടി. അപ്പോൾ നമ്മൾ ആക്ച്വലി പിക്ക് പകരം എന്താ എഴുതണ്ടേ? ഈ പി ഐഡിയലിന് പകരം നമ്മുടെ പി ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ PI/VI is equal to nRT എന്നതിൽ പിക്ക് പകരം എന്താ എഴുതുന്നത് നമ്മൾ? പി പ്ലസ് പി ഡാഷ്, വിക്ക് പകരം v മൈനസ് NB. അപ്പം ഞാനത് ഇക്വേഷനായിട്ട് എഴുതുകയാണെങ്കിൽ v ഐഡിയൽ is equal to v observed minus NB. P ideal is equal to P plus P dash. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ ഇതാണ് ഇക്വേഷനിൽ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ PV ഈക്വൽ ടു nRT. അതിൽ പിക്ക് വരെ നമ്മൾ എന്ത് എഴുതും? P പ്ലസ് എന്താണ് n²a/v² ഇൻറ്റു വിക്ക് പകരം എന്താ എഴുതുക? v മൈനസ് NB equal to nRT. That is P plus n²a/v² into v minus NB is equal to nRT. This is van der Waals equation. അപ്പോൾ പ്രഷർ കറക്ഷനും വോളിയം കറക്ഷനും ചെയ്ത ശേഷം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എഴുതിയാൽ ആ ഇക്വേഷൻ പറഞ്ഞ പേരാണ് വാൻ ഡെർ വാൾസ് ഇക്വേഷൻ. വാൻ ഡെർ വാൾസ് ഇക്വേഷൻ. അപ്പോൾ എത്ര മോളിന്? 4n മോൾസ്. ഓക്കെ? 1 മോൾ ആണെങ്കിൽ എന്നിൻ്റെ വാല്യൂ 1 അല്ലേ? ഫോർ 1 മോൾ n is equal to 1. അപ്പോൾ 1 മോളിൻ്റെ ഇക്വേഷൻ നമ്മൾ എങ്ങനെ എഴുതാം? P പ്ലസ് a/v². n is equal to 1 ആണേ. അപ്പോൾ a/v² ഇൻറ്റു v മൈനസ് b ഈക്വൽ ടു RT. ദിസ് ഇസ് വാൻ ഡെർ വാൾസ് ഇക്വേഷൻ ഫോർ 1 മോൾ. ദിസ് ഇസ് വാൻ ഡെർ വാൾസ് ഇക്വേഷൻ ഫോർ n മോൾസ്. അപ്പോൾ എങ്ങനെ നമ്മൾ പ്രഷർ കറക്ഷൻ കൊണ്ടുവന്നു, എങ്ങനെ വോളിയം കറക്ഷൻ കൊണ്ടുവന്നു എന്ന് മനസ്സിലായി. ആ പ്രഷർ കറക്ഷനും വോളിയം കറക്ഷനും ഇൻക്ലൂഡ് ചെയ്തേക്കണം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഞാൻ പറയുന്ന പേരാണ് വാൻ ഡെർ വാൾസ് ഇക്വേഷൻ. സോ വി ഹാവ് 2 വാൻ ഡെർ വാൾസ് ഇക്വേഷൻ. വാൻ ഡെർ വാൾസ് ഇക്വേഷൻ ഫോർ n മോൾസ് ഓഫ് ഗ്യാസ്, വാൻ ഡെർ വാൾസ് ഇക്വേഷൻ ഫോർ 1 മോൾ ഓഫ് എ ഗ്യാസ്. ഇനി ഇതിൽ കുറച്ച് മോഡിഫിക്കേഷൻസും ഒരു കംപ്രസിബിലിറ്റി ഫാക്ടറിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും. ദാറ്റ് ക്യാൻ ബി ഡിസ്കസ്ഡ് ഇൻ ദി നെക്സ്റ്റ് സെക്ഷൻ. ഓക്കെ, താങ്ക് യു.